അരുൺ സോളമൻ, രാജാജി നഗറിൽ ഈ വൈദ്യുതി ചാർജ് വർധനയൊക്കെ അറിഞ്ഞോ? എന്ത് പറയുന്നു അവിടെയുള്ളവർ? സുജയ, രാജനഗറിലെ മുഴുവൻ ആൾക്കാരും വലിയ നിരാശയിലാണ്. കാരണം ഏറെ നാളായിട്ട് ഈ വൈദ്യുതി ബില്ലിനോട് അനുബന്ധിച്ച് തന്നെ അവർക്ക് ഒരുപാട് പരാതികളുണ്ട്. ഞാനിപ്പോഴുള്ളത് ഇവിടുത്തെ ശ്രീകുമാറിന്റെ വീട്ടിലാണ്. ഇവിടെ ഈ ടിവിയും ഫ്രിഡ്ജും മാത്രമാണ് പ്രവർത്തിക്കുന്നതെങ്കിലും കഴിഞ്ഞ മാസം വന്ന ബില്ലെന്ന് പറയുന്നത് 7500 രൂപയാണ്. ഈ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഈ കറണ്ട് ബില്ല് കറണ്ട് ചാർജ് ഇപ്പോൾ കൂടുന്നു എന്നുള്ളത് അവർ അറിഞ്ഞപ്പോൾ അത്തരത്തിലുള്ള വലിയ വിഷമമാണ് ഇവർക്ക് പങ്കുവെക്കാനുള്ളത്. ഇപ്പൊ കുമാരി ചേച്ചി, നിലവിൽ ഇപ്പോൾ വൈദ്യുതി നിരക്ക് കൂടുകയാണ്, എന്താണ് ഇതിനോട് പറയാനുള്ളത്? നമുക്കിത് വലിയ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ എങ്ങനെ അടയ്ക്കുമെന്ന് ചിന്തിച്ചുകൊണ്ടാണ് രാവിലെ സങ്കടം അടയ്ക്കണം. കൊച്ചു പിള്ളേരുടെ വീടാണ്, കുട്ടികളുണ്ട്. എങ്ങനെ അടയ്ക്കാൻ ഇരിക്കാനും പറ്റുന്നില്ല. അത്ര മാനസിക വിഷമം നടക്കുകയാണ്. ഒരു ദിവസം ഇല്ലെങ്കിൽ ഊരിക്കൊണ്ടുപോകും. ആ സമയത്തല്ല അതിന് ഊരിക്കൊണ്ടുപോകും. അതിനാൽ അവിടെ മറിച്ച് ഇവിടെ മറിച്ച് ഓടേണ്ടിയാണ് പൈസയും കൊണ്ട്. കൂലിപ്പണി ചെയ്തൊക്കെയാണ് നിങ്ങൾ ജീവിക്കുന്നത്. അപ്പോൾ ഈ 7000-8000 ബില്ല് എങ്ങനെ വരുന്നു ചോദിച്ചു ആരോടെങ്കിലും? ചോദിക്കുമ്പോൾ അവർ ഒന്നും മിണ്ടൂല. നിങ്ങൾ ഇലക്ട്രിസിറ്റിന് പറയുമ്പോൾ അവിടെ ചെന്ന് പറയുമ്പോൾ അവർ നിങ്ങൾ ഉപയോഗിക്കുന്ന ടി വി ഉണ്ടോ, ഫ്രിഡ്ജ് ഞങ്ങൾ ഉണ്ടെന്ന് പറയാം. അതുകൊണ്ടാണ് കൂടുതലെന്നാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് പരാതി കൊണ്ട് പോയി ഞങ്ങൾ. അപ്പം നിങ്ങൾക്ക് ഇതൊക്കെ കൊണ്ട് കൂടി വരും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒന്നും മറുപടിയില്ല പറയാൻ. ഈ നിരക്ക് വർദ്ധിക്കുമ്പോൾ ഇനി എത്രയാണ് പ്രതീക്ഷിക്കുന്നത്? നമുക്ക് ഒരു 2000 രൂപയ്ക്കാണ് വന്നോണ്ടിരുന്നത്. ടക്കന് ഈ കൂടുമ്പോൾ ഇതിൽ കൂടില്ലേ? ഈ ഇപ്പൊ 7500 രൂപയല്ലേ വന്നത്? നമ്മൾ എന്തെങ്കിലും അടച്ചല്ലേ പറ്റൂ. ഞങ്ങൾ കുട്ടികളില്ലേ, അവര് ഞങ്ങൾ ഇങ്ങനെ പറ്റി വാങ്ങിച്ചുണ്ടെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യണം? കുട്ടികളെ വീട്ടിൽ അടക്കാതിരിക്കാൻ പറ്റുമോ? മറ്റുള്ള പ്രയാസം അവർ അറിയുന്നില്ല. ഞങ്ങൾ എങ്ങനെ അടയ്ക്കുന്നത്, എങ്ങനെ ചെയ്യുന്നത്, അവർക്ക് പൈസ കിട്ടണം, ആ ചിന്തയുള്ളൂ അവർക്ക്. സുജയ, ഇവിടെ ഉള്ള ഭൂരിഭാഗം പേരുടെയും അവസ്ഥ ഇതാണ്. ഇവിടുത്തെ ബില്ല് ഒരു വലിയൊരു ഘടകമാണ്. അപ്പോൾ ഇതിൽ പ്രധാനമായും നമ്മൾ എടുത്ത് സൂചിപ്പിക്കേണ്ട ഒരു കാര്യം, വൈദ്യുതി നിരക്ക് കൂടുമ്പോൾ ഇവരുടെ ബില്ല് 7500 രൂപ എന്ന് പറയുന്നത് ഇനി വരുന്ന ദിവസങ്ങളിൽ, വരുന്ന മാസങ്ങളിൽ എങ്ങനെയാകുമെന്നുള്ളത് നമ്മൾ വലിയൊരു അനാസ്ഥയിലേക്ക് തിരിച്ചു വരാം. ഒപ്പം നമ്മുടെ മറ്റു പ്രതിനിധികളും തയ്യാറാണ്. രാജാജി നഗറിൽ ഓരോ വീടുകളിൽ നിന്നുമുള്ള വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് അരുൺ സോളമൻ. സമാനമാണ് മറ്റ് സ്ഥാപനങ്ങളിലെയും ഒക്കെ അവസ്ഥ. ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുന്നതിൽ, അല്ലെങ്കിൽ അവർ ചോദിക്കുന്നത് ഞങ്ങളുടെ കൂലി കൂടുന്നില്ല, പക്ഷെ നിങ്ങൾ ഇങ്ങനെ കൂട്ടിക്കൂട്ടി ഞങ്ങളെ എവിടെ